ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. എന്തിനെ പറ്റി ഓർക്കുന്നത് അരോചകമെന്നാണ് പ്രഭാഷകൻ 41:1 പറയുന്നത്? ഉത്തരം മരണത്തെപ്പറ്റി. ചോദ്യം 2. മരണവിധിയെ ഭയപ്പെടാതെ എന്തെല്ലാം ഓർക്കാനാണ് പറയുന്നത്? ഉത്തരം നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും. ചോദ്യം 3. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ്? ഉത്തരം മരണം. ചോദ്യം 4. പാതാളത്തിൽ എന്തിനെപ്പറ്റി ചോദ്യമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ആയുസ്സിനെ പറ്റി. ചോദ്യം 5. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ്? ഉത്തരം പാപികളുടെ സന്താനങ്ങൾ. ചോദ്യം 6. നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആര്? ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ. ചോദ്യം 7. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തും എന്ന് പറയുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത. ചോദ്യം 8. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത എന്തിലേക്ക് ജനിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം ശാപത്തിലേക്കാണ് ജനിച്ചത്. ചോദ്യം 9. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ആർ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. ചോദ്യം 10. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞു പോകും? ഉത്തരം പാപികളുടെ. ചോദ്യം 11. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സൽകീർത്തി. ചോദ്യം 12. എന്താണ് പരിമിതമെന്ന് പറയുന്നത്? ഉത്തരം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ. ചോദ്യം 13. ആരോടാണ് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ എന്ന് പറയുന്നത്? ഉത്തരം കുഞ്ഞുങ്ങളോട്. ചോദ്യം 14. എന്തെല്ലാം നിഷ്പ്രയോജനങ്ങളാണ് എന്നാണ് പറയുന്നത്? ഉത്തരം നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. ചോദ്യം 15. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഉത്തരം വിഡ്ഢിത്തം മറച്ചു വെക്കുന്നവൻ. ചോദ്യം 16. പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ എന്തായിരിക്കുമ്പോഴാണ് ലജ്ജിക്കേണ്ടി വരിക? ഉത്തരം അസന്മാർഗിയായിരിക്കുമ്പോൾ. ചോദ്യം 17. ആരുടെ മുമ്പിൽ വ്യാജം പറയുമ്പോഴാണ് ലജ്ജിക്കേണ്ടി വരിക? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ. ചോദ്യം 18. സ്വന്തം സ്ഥലത്തു നിന്നും മോഷ്ടിക്കുന്നത് എന്താണ്? ഉത്തരം ലജ്ജാകരമാണ്. ചോദ്യം 19. ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാപരിതനാകുക? ഉത്തരം ദൈവത്തിൻ്റെ. ചോദ്യം 20. ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതാണ് ലജ്ജാകരം? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ. ചോദ്യം 21. ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതാണ് ലജ്ജാകരം? ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ. ചോദ്യം 22. പ്രഭാഷകൻ 41:20 എന്തൊക്കെ ചെയ്യുന്നതിലാണ് ലജ്ജിക്കുക എന്ന് പറയുന്നത്? ഉത്തരം പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും. ചോദ്യം 23. എന്താണ് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്ന് പറയുന്നത്? ഉത്തരം ദാനം ചെയ്തിട്ട്. ചോദ്യം 24. എന്ത് ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലുമാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും. ചോദ്യം 25. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നത് എപ്പോൾ? ഉത്തരം ഉചിതമായ ലജ്ജയുള്ളപ്പോൾ. ചോദ്യം 26. പ്രഭാഷകൻ 41-ാം അധ്യായത്തിൽ ലജ്ജ എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം 9 പ്രാവശ്യം.